ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചെത്തി ചാകര എറിയെന്ന് പറഞ്ഞ് ഞാനും മിത്തും കൂടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് പൊന്തുകാരുണ്ടായിരുന്നു, നിറച്ച് പൊന്തുകാരായിരുന്നു. പൊന്തുകാരിങ്ങനെ മീൻ കുടഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രാവിലെ നമ്മൾ പോയത്. അപ്പോൾ ഈ ലേലം വിളിയാണ്, അവിടെ ലേലം വിളിച്ചാണല്ലോ മീൻ എടുക്കുന്നത്. പിന്നെയും പിന്നെ നിറച്ച് ഈ പൊന്തുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കൊഴുവായിരുന്നു കയറിയത്. അത്യാവശ്യം വലിയ കൊഴുവ തന്നെ ആയിരുന്നേ. അതിന് ആദ്യമേ കിലോയ്ക്ക് 125 വീതം ലേലം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കിലോയ്ക്ക് അതിപ്പോൾ എത്ര കിലോ ഉണ്ടോ അത് വെച്ചാണ് ബാക്കി തൂക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ചേട്ടന്മാരെ വീശുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ മീൻ കിട്ടിയതിൻ്റെ പേര് എനിക്കറിയത്തില്ല. എനിക്കെന്തോ മണങ്ങിൻ്റെ വലുത് ഏതാണ്ടാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ലേ. ഞാൻ അങ്ങനെ ഇത് അധികം കഴിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടില്ലേ. അപ്പോൾ എനിക്കിതിൻ്റെ പേര് അറിയത്തില്ലേ. അപ്പം നല്ല വലിയ അത്യാവശ്യം വലുത്, ഫോണിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുവാണ്. അത്യാവശ്യം വലിയ മീൻ തന്നെയായിരുന്നു, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. കണ്ടോ, ഇത് ഇത്രയും തിരക്കായിരുന്നു. രാവിലത്തെ ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ഈ ലേലം വിളിയുടെ ആൾക്കാരുടെ ബഹളമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഈ പൊന്തുകാർക്ക് കൂടുതലും കിട്ടിയത് ചെമ്മീനാണ്. ഈ ചെമ്മീനും നമ്മുടെ ഈ കൊഴുവ, പിന്നെന്തോ മണങ്ങ്, അങ്ങനത്തെ ഐറ്റംസ്, പറ്റപ്പാര, അതൊക്കെയാണ്. അവരത് സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടത്തുള്ളൂ. എല്ലാം കൂടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കിട്ടത്തൊന്നുമില്ല. ഇതാകുമ്പോൾ ചെമ്മീനൊക്കെ വേറെ കൊടുക്കുകയാണെങ്കിൽ വേറെ തൂക്കം കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2-3 പേരൊക്കെ കൂടി ആയിരിക്കുമല്ലോ ചിലപ്പം പോകുന്നത് ഒരു പന്തിൽ. എന്നാലല്ലേ അവർക്ക് ലാഭം കിട്ടത്തുള്ളൂ. കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴും ഈ ചെമ്മീനല്ല, ഇതാണ് കൊഴുവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. ഒരു രക്ഷയില്ല. കൊഴുവയെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇടക്ക് നമുക്ക് പരിചയമുള്ളൊരു ബോട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ PSC കോച്ചിങ്ങിന് പഠിച്ചപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ്റെ അവർക്ക് ബോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അവനെ കണ്ടു. പിന്നെ കുറച്ച് നേരം അവനായിട്ടൊക്കെ നിന്ന് സംസാരിച്ച്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞ അടുത്ത് ചെന്നത് വീഡിയോ എടുത്ത് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അടുത്തൊക്കെ ചെന്നാണ്. അപ്പോൾ ഈ കൊഴുവ വാരി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സഞ്ചിയായിട്ടോ അല്ലെങ്കിൽ കവറായിട്ടൊക്കെ ചെന്നാൽ നമ്മളവിടെ ചെല്ലണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവർ വെറുതെ തരുവേ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ, നമുക്കറിയത്തൊന്നുമില്ലല്ലോ. ഇതുണ്ട്, ഈ തമിഴ്നാട്ടിലുള്ള ചേച്ചിമാർ കുറേ പേരുണ്ട്. അവർ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വെറുതെ കിട്ടുന്ന മീൻ നമ്മുടെ ഇവിടെ കരയെ കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ 200 രൂപ ലാഭം, നമുക്ക് ലാഭമാകട്ടെ, 200 രൂപ 100 രൂപ എന്നും പറഞ്ഞ് അവരങ്ങനെ വയ്ക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേന്നിട്ട് കല്ലുമ്മക്ക ആ സാധനം നിറച്ച് കിടപ്പുണ്ടായിരുന്നു തീരത്ത്. ഞാൻ 2-3 ഞാൻ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കില്ലെന്ന് പറയും. പിന്നെ ചേട്ടന്മാർ വീശുന്നുണ്ടായിരുന്നു. അവർക്ക് മറ്റേ നച്ചറയും കൂരിയില്ലേ, കൂരിയാണ് കിട്ടിക്കൊണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള കൂരി തന്നെയായിരുന്നു അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൊമ്പ് കളഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു ചേട്ടൻ കൊമ്പൊക്കെ കളഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ ബോട്ടിൽ ഈ മീൻ ബാക്കി വന്നത് ഇനി ഇവർ തന്നെ പങ്കിട്ടെടുക്കുക, അങ്ങനെ ഏതാണ്ടാണ്. വെയിലങ്ങോട്ട് മൂത്തിട്ട് ഒരു രക്ഷയില്ല. കുറേ നേരം ഞാൻ ആ വെയിലും കൊണ്ട് അവിടെ തന്നെ നടക്കുവാണ്. നമുക്കെന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണ്ടേ, അല്ലാണ്ട് കഷ്ടപ്പെട്ടല്ലേ കാര്യമുള്ളല്ലോ. അപ്പം ഞാൻ നിൽക്കുന്ന അവിടം വരെ വെള്ളം കയറി കേട്ടെ. ഈ സമയമൊക്കെ ആവുന്നത് പിന്നെ ഈ നമ്മുടെ ഈ ഹാർബർ കൂടി ഇട്ടേക്കുന്ന കാരണം നല്ല തിരമാലയാണ് കേട്ടോ. നന്നായിട്ട് തിര അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നടുത്ത് തന്നെ. പിന്നെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ആ ചൂടിന് നമ്മുടെ കാലിൽ ഇച്ചിരി വെള്ളം, ആ തണുത്ത വെള്ളം വന്ന് അടിക്കുമ്പോഴത്തേക്ക് നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ആളുടെ ബോട്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ അവരുടെ ചേട്ടന്മാരായിട്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ, അവരായിട്ടൊക്കെ സംസാരിച്ച് നിന്ന്. അപ്പം അവർ താമസിച്ചാണ് വന്നത്. രാവിലെ നമ്മൾ പറയും രാവിലെ പോയിട്ട് വന്നവർക്ക് ഭയങ്കര ലാഭമായിരിക്കും. അവരുടെ ബോട്ട് മാത്രമല്ല ആദ്യമേ വരത്തുള്ളൂ. അപ്പോൾ അവരുടെ മീനിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അത് കഴിഞ്ഞ് വരുന്നപ്പോഴത്തേക്ക് അധികം ഡിമാൻഡില്ല. പിന്നെയാണ് മെയിൻ ഐറ്റംസിങ് വന്നു തുടങ്ങിയത്. നല്ല വലിയ ചെമ്മീനാകട്ടെ, ഈ കാണുന്ന പോലെയൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ ഡബിൾ ഇരട്ടിയുണ്ട്. എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് 400 രൂപ വെച്ചാൽ കണ്ട ആ വലിയ ചെമ്മീൻ കൊടുത്തിട്ടുണ്ട്. അത്ര ഉണ്ടായിരുന്നു, ചെമ്മണ്ടൻ ചെമ്മീനായിരുന്നു കണ്ട. ഇത് കാണുമ്പോൾ തന്നെ കൊഴുവയുടെ സീസൺ ഇത് കഴിഞ്ഞാൽ പിന്നെ ചെമ്മീൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ചെമ്മീനെന്ന് വെച്ചാൽ കുഞ്ഞു ചെമ്മീനൊന്നുമില്ല. എനിക്കൊന്നും ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഇതിപ്പം 2-3 എണ്ണത്തിനൊക്കെ തന്നെ നല്ല വിലയായിരിക്കുന്നേ. ഇവിടെ നമ്മളെന്നും ലേലം വിളിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ വന്ന് ഇച്ചിരി മെനക്ക് കണ്ട ഈ ചേച്ചിമാരെല്ലാം ഇരുന്നത് ചെമ്മീനിൻ്റെ ഇടയ്ക്ക് പൊടിമീനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റിയെടുക്കണ്ട. നല്ല വലിയ കാട്ടും ചെമ്മീനായിരുന്നു അതിൻ്റെ അകത്ത് ഇരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എന്താണെന്ന് അറിയില്ല, ഈ കൊട്ട നിറച്ച് ഇങ്ങനെ മീനിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്. അപ്പോൾ നമ്മൾ പോരാൻ നേരത്ത് എനിക്ക് മീൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന്, അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ച്, അമ്മ എനിക്ക് മീൻ തന്നെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് അമ്മേനെ കാണിച്ച്. നമുക്ക് കൊഴുവായിരുന്നു കേട്ടോ, കാരണം ആദ്യമേ കയറിയതല്ലേ ആ കൊഴുവ. അങ്ങനെ അമ്മ പിന്നെ എല്ലാം എടുത്ത് ഈ പാത്രത്തിലോട്ടൊക്കെ ഇട്ട്, അത്യാവശ്യം കുറച്ച് കൂടുതൽ കൊഴുവുണ്ടായിരുന്നു. കുറച്ച് ഞാൻ പോന്നപ്പം വീട്ടിലോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മയും കൊണ്ട് കല്ലുമ്മക്ക അമ്മ കണ്ടിട്ടില്ല, ഞാൻ അമ്മക്ക് കൂടി കാണാമെന്നും പറഞ്ഞ